എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷിച്ച 2 ദിവസങ്ങളുണ്ട്. അതിലൊന്ന് എൻ്റെ മോനെ ആദ്യമായി കിട്ടിയ ദിവസം. പിന്നെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ മോളുടെ ജന്മദിനമാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു നിമിഷം. ആദ്യം എനിക്കൊരു മോനെ തന്നു, രണ്ടാമത് എനിക്കൊരു മോളെ തന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസവും നിമിഷവുമാണ് കേട്ടോ. എൻ്റെ മോൾ ആദ്യമായി കരഞ്ഞ ദിവസം ഇന്നായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങൾ നമുക്ക് തുടങ്ങിയാലോ. എൻ്റെ മക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ദോശയും ചമ്മന്തിയുമാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇന്ന് ചിക്കൻ വാങ്ങുന്നുണ്ട്. മക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയ ശേഷം മോനെ ചിക്കൻ വാങ്ങിക്കുവാൻ പറഞ്ഞു വെച്ചു കേട്ടോ. അതിനുശേഷം അടുക്കളയിൽ വന്ന് തീ പൂട്ടി അരിയൊക്കെ അടുപ്പത്തിട്ട് അത് അങ്ങോട്ട് സെറ്റാക്കി. അങ്ങനെ ചിക്കനൊക്കെ മോൻ വാങ്ങിച്ചു കൊടുന്നിട്ടോ. അങ്ങനെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടോ. പിന്നെ ചിക്കൻ കറിയുടെ റെസിപ്പി ഒരുപാട് തവണ ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെറുനാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് പാകത്തിന് വെള്ളവും ഒഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പകുതി വേവാകുമ്പോൾ കറി മസാലയുടെ ഇലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് തവണ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറി മസാലയുടെ ഇലയിട്ട് കറി വെച്ച അടിപൊളി ടേസ്റ്റായിരിക്കുമെന്ന്. പിന്നെ മല്ലിയിലയുടെ ഇലയൊക്കെ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കുരുമുളക് പൊടിയും കറി മസാലപ്പൊടിയൊക്കെ ഇട്ട് നന്നായി അങ്ങോട്ട് ഇളക്കിയിട്ടോ. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു? എല്ലാവർക്കും എന്തായിരുന്നു സ്പെഷ്യൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മൂടി വെച്ച് വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുതേ. അങ്ങനെ രുചികരമായ അതീവ രുചികരമായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ബർത്ത്ഡേ സ്പെഷ്യൽ ചിക്കൻ കറി റെഡിയായി. അങ്ങനെ പാത്തൂസ് കുളിച്ചരിങ്ങി സുന്ദരി കുട്ടിയായിട്ട് നിൽക്കാൻ കേട്ടോ. അവിടെ വാപ്പച്ചി കൊടുത്ത അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി അവളുടെ ഇക്കാക്ക ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റുകൾ കൈമാറുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പൊളിച്ച് നോക്കിയപ്പോൾ ഡോക്ടറെ ഉള്ളൊരു സംഭവങ്ങളാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം കേക്കൊക്കെ ഓർഡർ ചെയ്തതൊക്കെ വന്നു കേട്ടോ. പിന്നെ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. ഫോണിലൊക്കെ സ്ട്രോങ് ഒക്കെ കൂടിയപ്പോൾ ഡിലീറ്റ് ആക്കുന്ന കൂട്ടത്തിൽ അതൊന്ന് ഡിലീറ്റായി പോയിട്ടോ. അങ്ങനെ എന്നാലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി കേക്ക് കട്ട് ചെയ്യുന്ന ഭാഗം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ഒരു മധുരമായാലോ. സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പാലൊക്കെ തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സേമിയൊക്കെ റെഡിയാക്കി വെച്ചതാ. പാലൊക്കെ വെന്ത ശേഷം അതിലേക്ക് സേമിയൊക്കെ ഇട്ട് കൊടുത്ത് കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കണം കേട്ടോ. അതിന് ശേഷം നന്നായി വറുത്ത സേമിയ വേണം കേട്ടോ സേമിയ പായസത്തിന് വേണ്ടി എടുക്കുവാൻ. അങ്ങനെ ചൗരി അരി കേട്ടോ നന്നായി കുതിർത്ത് സെറ്റാക്കി വെച്ചാണ് കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങോട്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുത്തു കേട്ടോ. അതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിക്കാൻ വെച്ച് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഏലക്കായ പൊടിയൊക്കെ ചേർത്ത് നന്നായി അങ്ങോട്ട് ഇളക്കി മിക്സാക്കി കേട്ടോ. അതിന് ശേഷം പാകത്തിന്
പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങോട്ട് മിക്സാക്കിയിട്ടോ. അതിന് ശേഷം ഇനി നമുക്കിതാ സേമിയൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാകത്തിന് നെയ്യ് ഒഴിച്ചു. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ സേമിയ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതീവ രുചികരമായ വളരെ ടേസ്റ്റിയായ പായസം റെഡി ആയിട്ടുണ്ട്. സേമിയ പായസം സെറ്റായിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. അതിന് ശേഷം പാത്തൂസ് ഇപ്പോഴും തൈരൊക്കെ ഒഴിച്ച് കുഴച്ച് അങ്ങനെ ഇരിപ്പാട്ടോ. ലാസ്റ്റ് ഞാൻ ഫുഡൊക്കെ വാരി കൊടുക്കേണ്ട വന്നു കേട്ടോ. അതിന് ശേഷം കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവളെ വാപ്പിച്ചിക്കൊക്കെ അയച്ചു കൊടുത്തിട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ മനസ്സൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ കേട്ടോ. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരാം. ബൈ.